നമ്മൾ ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണോ? മിക്കവാറും നിങ്ങൾ ഇതുപോലെ ഒരു ബസ്സിൽ ഇങ്ങനെ മടിവാല വന്നെത്താനായിരിക്കും ചാൻസ്. ഇതാണ് മടിവാല. നമുക്ക് മടിവാലയിലേക്കൊരു ടൂർ അടിച്ചാലോ? ഇതുകൊണ്ട് എനിക്കെന്ത് കിട്ടുന്നു എന്ന് വെച്ചാൽ, എനിക്കൊരു നോസ്റ്റും നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഓരോ സ്പോട്ടുകളുടെ മെയിൻ സ്പോട്ടുകളുടെ ഓരോ എക്സ്പ്ലനേഷൻസും തരാം. അപ്പൊ ബസ് ഇറങ്ങി നിങ്ങൾ ഒന്നെങ്കിൽ ഇതുവഴി അല്ലെങ്കിൽ അവിടെ ഒരു വഴി ഉണ്ട്, അതുവഴി എനിക്ക് ഇറങ്ങണം. എന്നപാടെ തന്നെ അവിടെ കുറച്ച് റൂംസ് ഒക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. പക്ഷെ നമ്മളെന്തായാലും ഹോട്ടല് ഒരു ദിവസമായിരിക്കും ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത്. പിന്നെ മാക്സിമം ഉള്ളപ്പോൾ അത് പി ജികളാണ്. അങ്ങനെ പി ജി കിട്ടുന്നത് ഉള്ളിലത്തെ റോഡിലായിരിക്കും, മെയിൻ റോഡിലൂടെ പി ജി കിട്ടുന്നത്. ഇതുപോലെ ഉള്ളിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ ലേഡീസ് പി ജി, ഗേൾസ് പി ജി, ജെൻസ് പി ജിസ് ഒക്കെ ഉണ്ടാവും. ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ചായക്കടയാണ്. വൈകുന്നേരം ഇവിടെ വന്ന് ഇഷ്ടംപോലെ കടികൾ കിട്ടും. ഇവിടെ അതുപോലെ കുറെ ചായക്കടകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഏറ്റവും ഫേമസ് അതാണ്. ഞാൻ വന്ന സമയത്ത് തൊട്ട് അതാ അവിടെ ഉള്ളത്. ഇത് ഉടുപ്പി നല്ല ദോശയൊക്കെ കിട്ടും, പക്ഷെ കർണാടക സ്റ്റൈൽ, മംഗ്ലൂർ സ്റ്റൈൽ അങ്ങനെയൊക്കെ പറയാം. ഒരു റൗണ്ടും കൂടെ അടിക്കാം. ഗ്രാനീസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ മൊത്തം മാറി. പണ്ട് ഇവിടെ കൈറലി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടെ കബാബ് മാജിക് ആയിരുന്നു. ഇപ്പൊ പൊറോട്ട ഹട്ട് എന്തോ ആണുള്ളത്. പിന്നെതാ ശീശൽ. ഇപ്പോഴും ശീശൽ തന്നെ. സേവറിന്റെ വേറെ ബ്രാഞ്ച് അവിടെ മെയിൻ റോഡിൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ശീശൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു സാധനം. പിന്നെ ഇതുപോലത്തെ ചെറിയ കട്ടകൾ ഇഷ്ടംപോലെ റൂംസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ. കാലത്തെ പെട്ടെന്ന് തിരക്ക് പിടിക്കും കേട്ടോ സ്ഥലം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അത് നോക്കണ്ടേ, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പിന്നെ നമ്മുടെ ചായക്കടത്തി വൈകുന്നേരം വന്ന നല്ല കടികൾ കിട്ടും. ഇവിടെയും കുറെ റൂംസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഊട്ടുപുര. ഇവിടെ നല്ല മലയാളി ഫുഡ് കിട്ടും. എനിക്ക് ഉള്ളിലേക്ക് പോവാ അല്ലേ. ഇവിടെ ഒരു കുഴിമന്തി ബിരിയാണി റെസ്റ്റോറന്റ് ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ഷോപ്പിങ്ങിലും പി ജിക്ക് മാത്രമുള്ള സ്ഥലങ്ങളാണ്. ഹോട്ടൽസ് ഒക്കെ കുറഞ്ഞ സ്റ്റാർട്ടിങ്ങോടെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് തുണിക്കട. പിന്നെ ലേഡീസിനൊക്കെ കുറച്ചും കൂടെ താഴെ പോയ ഫാൻസി ഐറ്റം, കമ്മല്, അങ്ങനത്തെ സാധനം കിട്ടും. എന്റെ വൈഫ് കൂടെ കുറെ കാലം വന്നിട്ടുണ്ട് ഇവിടെ. ഒന്നും തുറന്നിട്ടില്ല, കാരണം ഏർലി മോർണിംഗ് ആണ്. വൈകുന്നേരമൊക്കെ വന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആണ്. ഇതിന്റെ ഒക്കെ എല്ലാ റോട്ടിന്റെ ഉള്ളിൽ കൂടെ പോയാല് നമുക്ക് പി ജി ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ തമിഴ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. നല്ല സെന്തൂർ കോഫി കുറെ കാലമായിട്ടുള്ളതാണ്. നല്ല അടിപൊളി തമിഴ് ടേസ്റ്റി ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിനും നല്ല ദോശ, മസാല ദോശ ഒക്കെ കിട്ടും. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ പൂട്ടിപ്പോയി. ഇതായിരുന്നു, ഇടിച്ചു പൂട്ടി. കുറച്ച് സ്പീഡ് കൂട്ടാണ്. ഇനി അടുത്ത് ഇവിടുത്തെ ഗംഗോത്രി ബാർ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് മടിവാലത്തെ ബാറിൽ ഒന്നാണ് ഗംഗോത്രി. മെയിൻ റോഡിലും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഈ ഏരിയക്ക് തന്നെ ഒരു പേര് വരാനുള്ള അത്രയും പഴക്കമുള്ള ഒരു ബാറാണ്. ഈ റോഡിന് തന്നെ പേര്, ഈ സർക്കിളിന്റെ പേര് ഗംഗോത്രി സർക്കിൾ എന്നാണ്. കാരണം ഇവിടുത്തെ ഗംഗോത്രി ബാർ ആയതുകൊണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഗംഗോത്രി ബാർ. അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ മലയാളീസ് ടു ഹിന്ദിക്കാർസിനുള്ള കണക്ഷനുള്ള റോഡ് വഴിയാണ്. കാരണം മലയാളീസിന് ഇഷ്ടം ഇവിടെ മടിവാള, ഹിന്ദിക്കാർക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം BTM ലേഔട്ട്. അപ്പൊ ഇതുവഴി കൂടിയാണ് നമ്മൾ BTM ലേക്ക് പോവുക.
നല്ല അടിച്ചുപൊളി പാർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ നേരെ കാണുന്നതാണ് ഉടുപ്പി ഗാർഡൻ സർക്കിള്. അപ്പൊ അത് കഴിഞ്ഞ പാടും PTM ലേഔട്ടിന്റെ തുറക്കാം. ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, PTM ലേഔട്ട് പാർക്ക്. നല്ല കാലത്തെ നല്ല തിരക്കുള്ള ഏരിയ ആണ്, നല്ല പാർക്കാണ്, നല്ല ആംബിയൻസ് ആണ്. നേരെ കാണുന്നതാണ് ഉടുപ്പി ഗാർഡൻ. അത് ഡബിൾ ടെക്കർ ഫ്ലൈ ഓവർ ആണ്. താഴെക്കൂടെ വണ്ടി മേലില് മെട്രോ പോകുന്നൊരു ഫ്ലൈ ഓവർ ആണ്. ഓക്കെ, ഞാൻ എന്തായാലും ഉടുപ്പിയിലേക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞ് പോയി നിങ്ങൾക്ക് PTM എത്താട്ടോ. യൂട്ടൺ പിന്നെന്താ ഇവിടെ കാണാനുള്ളേ എന്ന് ചോദിച്ചാല്, ഇതാണെങ്കിൽ ഒരു ഷോർട്ട് കട്ടാണ്. ഇത് വഴി കൂടെ പോവാം. കാരണം അതുവഴി കൂടെ നമ്മൾ വന്നതല്ലേ. ഇതെന്തായാലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് കട്ട് എടുക്കേണ്ട ഉള്ള ഒരു അവസ്ഥ എത്തുന്നു. കാരണം ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഇതാണ് പോകാൻ പോകുന്നത്. പടം കാണണമെങ്കിൽ ഇവിടുത്തെ മലയാളീസും തമിഴ്നാട്ടിലെന്ന് പറയുന്ന തമിഴ് പടം കാണണമെങ്കിലും നമ്മളെല്ലാവരും പോകുന്ന ഒരു തിയേറ്റർ ഉണ്ട് ഇവിടുത്തെ. അതായത് 2-3 തിയേറ്റർ അടുത്തടുത്തുള്ളതാണ്. അതിൽ 2 തിയേറ്റർ അടുത്തടുത്തുണ്ടാവും, ലക്ഷ്മി ആൻഡ് ബാലാജി. ആ തിയേറ്ററിന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നടന്നു പോകും, ഒരു ബസ്സും പിടിക്കും. ബസ്, ഓട്ടോ, ഏറ്റവും നല്ലൊരു വണ്ടി ഉണ്ടാവുന്നതാണ്. ഇതിവിടെ താവറക്കര എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഇവിടെയും കുറച്ച് മലയാളീസ്, ഇഷ്ടംപോലെ മലയാളി ഹോട്ടൽസ് ഒക്കെ ഉള്ളതാണ്, ചെറിയ ചെറിയത്. ഇവിടെ താമസിച്ചാൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ പണ്ട് ജോസേട്ടൻ്റെ ഒക്കെ ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എനിവേ, ഈ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോയി റൈറ്റ് എടുത്ത ഇതാണ് നമ്മുടെ ലക്ഷ്മി തിയേറ്റർ. അത്യാവശ്യം എല്ലാ തമിഴ് പടവും മലയാള പടവും വരുന്ന ഒരു തിയേറ്ററാണ്. ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ കാണുന്നതാണ് ബാലാജി. അപ്പൊ ഒന്നെങ്കിൽ ലക്ഷ്മിയിലുണ്ട്, അത് ആവേശമുണ്ട്, നമ്മുടെ രത്നമുണ്ട്, പിന്നെ അത് തന്നെ ബാലാജി. ഈ 2 തിയേറ്ററിൽ എന്തായാലും നമ്മുടെ മലയാളം ഇവിടെ ആവേശമുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊരു തിയേറ്ററും കൂടെ ഉണ്ട്, ശ്രീനിവാസ എന്ന് പറഞ്ഞിട്ട്. അവിടെയും എല്ലാ മലയാള പടം തമിഴ് പടം വരും. ഈ 3 തിയേറ്ററും ഒരേ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ നമ്മൾ പുതിയ എന്തെങ്കിലും മലയാള തമിഴ് പടം റിലീസായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ 3 ഏതെങ്കിലും ഒന്നിൽ ഉറപ്പായിട്ട് റിലീസായിരിക്കും. ഇതുപോലെ ഇഷ്ടംപോലെ ചെറിയ 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 റോഡുകളൊക്കെ നിറഞ്ഞ ഒരു ഏരിയ ആയിരിക്കും താവറക്കരയും അടിവാലയും. ചെറിയ റോഡുകളുമുണ്ട്. ക്യാബുകാർ വന്ന് അനങ്ങാത്തൊരു സ്ഥലം തന്നെയാണ് മടിവാള. ഓണടിച്ച് മാറി തരുമായിരിക്കും. അയാൾ എന്ത് ചെയ്യാനാ, മുമ്പിൽ ഒരുത്ത വണ്ടി നിർത്തിയിട്ട് പോയിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഇറക്കുക. ആഹാ, ഒരുത്തം കൂടെ കയറി വരുന്നുണ്ട്. ഇതൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. കാരണം മടിവാളയിൽ ദിവസം നടക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്ലോക്ക് എന്നുള്ളത്. അതായത് 2 വീലർ വരെ ബ്ലോക്ക് കൊടുക്കാൻ പറ്റുന്ന ബ്ലോക്കുകളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്.
പട്ടിക്കുട്ടി നമുക്കെന്നാ അങ്ങ് പോയേക്കാല്ലേ, എന്നിട്ടെങ്കിലും മാറിപ്പോയേ. ഇത് പോകൂല, വലിയ ബൈക്കാണ് സാർ. ഓക്കെ, ഡീൽ. നമ്മൾ കുറെ പുറത്തു വന്നു കാവർക്കരയിൽ. നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലേക്ക് തിരിച്ചു പോവാം. നേരെ കാണുന്നതാണ് പ്രസ്റ്റീജിന്റെ സെന്റ് ജോൺസ് വുഡ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ്. ഇവിടുത്തെ ഫേമസ് അപ്പാർട്ട്മെന്റ് ആണ്, വലിയ പൈസക്കാരുടെ അപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലും ഉണ്ട്. അവിടെ കുറച്ചും കൂടെ അത് ചിലപ്പോൾ നിങ്ങൾ മടിവാളയിലായിരിക്കുമല്ലോ ഇറങ്ങാം, ചിലപ്പോൾ സെന്റ് ജോൺസിലായിരിക്കും ഇറങ്ങാം, പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാം ഇതെല്ലാം താവറക്കര ഏഴയാണ്, പക്ഷെ എന്നാലും ഇതും കോമണാണ്. നമുക്ക് PG ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും. അത് നമ്മള് ജോലി അനുസരിച്ച്, സ്ഥലം അനുസരിച്ച്, പിന്നെ കിട്ടുന്ന റേറ്റ് അനുസരിച്ച് നമ്മൾ ഓരോന്ന് എടുക്കുന്നതാണ്. ഇവിടെ എവിടെയാണ് PG എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചിലപ്പോൾ നല്ല പൈസ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഗ്യാങ്, ഫ്രണ്ട്സ്, കമ്പനി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ ഏരിയ മാറിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ പോകുന്നത് അത്യാവശ്യം കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടൊരു ഹോട്ടലാണ്, പക്ഷെ അത് നല്ല മലയാളി ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ. ഇതാണ് മലബാർ ബേ. നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു ഹോട്ടലാണ് ഇത്. മലബാർ ബേ. ഓക്കെ, ഇത് മിസ് ചെയ്യണ്ട. നല്ല സീ ഫുഡ് ആൻഡ് സീഷൽ കഴിഞ്ഞാൽ ഇവിടെ നല്ല പ്രീമിയം റേറ്റില്, അത്യാവശ്യം പ്രീമിയം അല്ല, റേറ്റ് അല്ല, ടേസ്റ്റ് പ്രീമിയം ആയിരിക്കും, നല്ല സ്ഥലമായിരിക്കും. സോ ട്രൈ ദാറ്റ് ഓൾസോ. ഇനിയിപ്പോ എന്താ കാണിക്കാം, ഫോറം കാണിക്കാം അല്ലേ. നമ്മളെന്തായാലും ഇവിടെ വന്നു, മലയാളീസ് പിന്നെ ഫോറം പോകാണ്ടിരിക്കില്ലല്ലോ. ഓക്കെ, ഫേമസാ. വേണ്ട, അങ്ങ് കാണുന്ന സംഭവമാണ് ഫോറം. ഇതിന്റെ 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് കാണുക PVR, ഈ എൻട്രൻസ് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ആ ഒരു എൻട്രൻസും കൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഫോറം. ഇത്ര എളുപ്പത്തിൽ സെന്റ് ജോൺസിലേക്ക് വരാൻ പറ്റില്ല, നല്ല ബ്ലോക്ക് ആയിരിക്കും. ഞാനെന്തോ പിന്നെ ഭാഗ്യത്തിനെത്തി, അങ്ങനെ പറയാം. Escape this time.
ഈ കാണുന്നതാണ് സെന്റ് ജോൺ സിഗ്നൽ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ. സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ സ്പെഷ്യൽ മിഷണറി ഹോസ്പിറ്റലാണ്. ഫസ്റ്റ് ഹാഫ് ഗവൺമെന്റ് ടാരിഫിൽ അത്യാവശ്യം കുറഞ്ഞ സബ്സിഡൈസ്ഡ് ടാരിഫിലായിരിക്കും അവിടെ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ. സെക്കൻഡ് ഹാഫിൽ നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ റേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യ അങ്ങനത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റിയൊരു ഹോസ്പിറ്റലാണ്. പിന്നെ ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്. അതുകൊണ്ട് സെന്റ് ജോൺസിലേക്ക് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കാര്യം, സെന്റ് ജോൺസ് നല്ല തിരക്കായിരിക്കും ഫസ്റ്റ് ഹാഫിൽ. ഇഷ്ടംപോലെ ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. ടോക്കൺ എടുത്തിട്ട് ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണും. ഓക്കെ, ഇതാ ഒന്നുകൂടെ നമ്മൾ മടിവാള ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലത്തേക്ക് എത്തി. പിന്നെ നമ്മള് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കും. അതായത് ഒരു മലയാളിയും അയ്യപ്പൻ ടെമ്പിളിൽ പോകാണ്ടിരിക്കില്ലല്ലോ, നമ്മുടെ അയ്യപ്പ ക്ഷേത്രം. അപ്പൊ ഇവിടുത്തെ മടിവാളത്തെ ഫേമസ് മാരുതി നഗർ അയ്യപ്പ ടെമ്പിൾ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് കാണിച്ചിട്ട് വീഡിയോ ശുഭമാക്കാം. കാണുന്നതാണ് അയ്യപ്പ ടെമ്പിൾ. നമുക്ക് ആ സൈഡ് പോവാം. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ വേറെ റൂട്ടിൽ കൂടെ വരാം. അത് വൺ വേ ആണ്. പക്ഷേ മടിവാലന്റെ ബാംഗ്ലൂരിൽ ഇന്നർ അഡ്വാൻറ്റേജ് ഇഷ്ടം പോലെ ഇന്നർ ലേഔട്ട്സ് ഉണ്ട്, ഇന്നർ റോഡുകൾ. ഒന്നും എന്തെങ്കിലും ജോയിന്റ് ആയിരിക്കും, എല്ലാം സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ ഏരിയയിൽ ഏതെങ്കിലും ഒരു കട്ടെടുത്താൽ ഉറപ്പായിട്ട് നമുക്ക് പാരലായിട്ട് അതേ ഡയറക്ഷനിൽ പോയാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കയറാൻ പറ്റും. ഇതാണ് മടിവാല അയ്യപ്പ ടെമ്പിളിന്റെ ബാക്ക് സൈഡ്. സാധാരണ ഇവിടെ ബൈക്ക് നിർത്തിയിട്ടാണ് പോവാറ്. ഇവിടെയും ഇഷ്ടംപോലെ പി ജികളൊക്കെ ഉള്ള ഏരിയയാണ്. ഓൾഡ് മടിവാല പോസ്റ്റ് ഓഫീസ്, അതിങ്ങനെ ഇഷ്ടംപോലെ പി ജികൾ ഈ റോഡ് കൂടെ ഒക്കെ കിട്ടും. പി ജി പിന്നെ റൂംസ്, പി ജി മാത്രമല്ലല്ലോ, ചില നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചേർത്ത് 4 പേര് റൂം എടുക്കാനുള്ള പ്ലാൻസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് മടിവാള അയ്യപ്പ ടെമ്പിൾ. ഓക്കെ, അപ്പൊ മടിവാള ടൂർ കഴിഞ്ഞ് അപ്പം ബൈ.